നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കറുത്ത ബലൂണുകളുമായും പ്രതിഷേധം. നവകേരള ബസിന് മുന്നിൽ പ്രതിഷേധം. ശാസ്താംകോട്ടയിൽ സംഘർഷം. സംസ്ഥാന സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് എന്നിവർക്കുൾപ്പെടെ പരിക്കേറ്റു. പോരുവഴി മയ്യത്തും കരയിൽ വനിതാ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. നവകേരള സദസ്സിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ നേരിട്ട നടപടിയെ വീണ്ടും ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിഷേധിക്കുന്നതിൽ തെറ്റില്ല, ബസിന് മുന്നിലേക്ക് ചാടിയല്ല പ്രതിഷേധിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. നവകേരള ബസിന് മുന്നിൽ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി ശാസ്താംകോട്ടയിൽ സംഘർഷം. ഭരണിക്കാവിലാണ് സംഘർഷമുണ്ടായത്. സംസ്ഥാന സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് എന്നിവർക്കുൾപ്പെടെ പരിക്കേറ്റു. പോരുവഴി മയ്യത്തും കരയിൽ വനിതാ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. നവകേരള സദസ്സിനെത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാണിക്കാനായി വൈകിട്ട് 5-ന് ഭരണിക്കാവ് ജംഗ്ഷനിൽ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനൂതാജ് ഉൾപ്പെടെ 50ഓളം പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തു. രാത്രി വിട്ടയച്ചു. സംഘർഷത്തിനിടെ സംസ്ഥാന സെക്രട്ടറി ഹാഷിം സുലൈമാൻ, പോരുവഴി മണ്ഡലം പ്രസിഡന്റ് അജ്മൽ അർത്തിയിൽ എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നവകേരള സദസ്സിന് ശേഷം മടങ്ങിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ രാത്രി പോരുവഴി മയ്യത്തും കരയിൽ വനിതാ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നവകേരള സദസ്സിൽ പ്രതിഷേധമുണ്ടാകാനിടയുള്ള സാഹചര്യത്തിൽ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. സംസ്ഥാന സെക്രട്ടറി ഇർഷാദ് ബഷീറിനെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലെടുത്തിരുന്നു. കരുനാഗപ്പള്ളിയിൽ നവകേരള സദസ് നടക്കുന്നതിന് മുന്നോടിയായാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാന സെക്രട്ടറി ഇർഷാദ് ബഷീർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന ആരംഭിച്ചിരുന്നു. ഓച്ചിറ, കരുനാഗപ്പള്ളി ഭാഗങ്ങളിൽ നിന്നായി നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ പലരെയും ഓച്ചിറ പോലീസ് സ്റ്റേഷനിലാണ് കസ്റ്റഡിയിൽ വെച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നവകേരള സദസ്സിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കറുത്ത ബലൂണുകൾ ഉയർത്തിയായിരുന്നു കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കരുനാഗപ്പള്ളിയിൽ നവകേരള സദസ്സിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ് നടക്കുന്ന വേദിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വനിതകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കറുത്ത ബലൂണുകൾ പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്നു. മഹിളാ കോൺഗ്രസ് നേതാവ് ബബിത ജയനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംഘർഷസ്ഥിതി കണക്കിലെടുത്ത പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്. കോൺഗ്രസ് നേതാക്കളായ KC രാജൻ, ഷിബു എസ് തൊടിയൂർ, നജീം മണ്ണേൽ, KS പുരം സുധീർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നവകേരള സദസ്സിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ നേരിട്ട നടപടിയെ വീണ്ടും ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
പുനലൂരിലെ വേദിയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചയാളെ പോലീസും വോളണ്ടിയർമാരുമായി ചേർന്ന് മാറ്റിയത് സൂചിപ്പിച്ചാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പ്രതിഷേധവുമായി യുവാവ് എത്തിയത്. പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംയമനത്തോടെയാണ് പ്രതിഷേധക്കാരെ നേരിടേണ്ടതെന്ന് പറഞ്ഞു. ഇതിനുശേഷമാണ് ബസിന് മുന്നിൽ കരിങ്കൊടി കാട്ടുന്നവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് പല്ലവി മുഖ്യമന്ത്രി ആവർത്തിച്ചത്. പരിപാടി തുടങ്ങി 2 ദിവസത്തിനു ശേഷം 2 യൂത്ത് കോൺഗ്രസുകാർ ബസിന് മുന്നിൽ ചാടി. കരിങ്കൊടി പ്രതിഷേധത്തിനാണ് എത്തിയതെങ്കിൽ അത് ചെയ്യണം, ബസിന് മുന്നിലേക്ക് ചാടുകയല്ല ചെയ്യേണ്ടത്. ബസിന് മുന്നിൽ ചാടുന്നവരെ സ്വാഭാവികമായി തള്ളിമാറ്റുന്ന നില അവിടെയുള്ള 100 കണക്കിന് ആളുകൾ ചേർന്ന് സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. അങ്ങനെ രക്ഷിച്ചതിനെതിരെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത് വന്നു. നിങ്ങൾ എന്തിനെ രക്ഷിക്കാൻ പോകണമെന്ന് അദ്ദേഹം ചോദിച്ചു. അവരുടെ ജീവൻ അപകടത്തിലായാൽ നന്നായെന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ് അതിന് പിന്നിലുണ്ടെന്നല്ലേ അതിനർത്ഥം? യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് എതിരാണെങ്കിലും ജീവൻ അപകടത്തിലായാൽ രക്ഷിക്കാനാണ് ശ്രമിക്കുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ മനസ്സിനോടൊപ്പം കോൺഗ്രസിന്റെ മനസ്സും ചേർന്നിരിക്കുന്നു. അങ്ങനെയൊരു ഏകതാ രൂപം ഈ രണ്ടിലും വന്നിരിക്കുന്നു. അതാണ് നമ്മുടെ അനുഭവം. UDF എംപിമാരോട് ഞങ്ങൾ പറഞ്ഞു, എല്ലാ എംപിമാരും, കേരളത്തിലെ എംപിമാരെല്ലാവരും സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നമ്മോട് കാണിക്കുന്ന രീതികൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. തയ്യാറില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾ നിവേദനത്തിൽ ഒപ്പിടണമെങ്കിൽ കേരളം കാണിക്കുന്ന കെടുകാര്യസ്ഥയെ കുറിച്ച് ആദ്യം പറയും. എന്താ കേരളത്തിന്റെ കെടുകാര്യസ്ഥ? കേരളത്തിൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിച്ചതോ? ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുന്നത്തൂരിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പ്. ചക്കുവള്ളി കശുവണ്ടി ഫാക്ടറി മൈതാനത്താണ് നവകേരള സദസ്സ് നടത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിന് കുന്നത്തൂരിൽ ആവേശകരമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജനസഞ്ചയം നവകേരള സദസ്സ് നടന്ന ചക്കുവള്ളി കശുവണ്ടി ഫാക്ടറി മൈതാനിയിലേക്ക് ഒഴുകിയെത്തി. യോഗത്തിൽ കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, GR അനിൽ, വീണ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന ജംഗ്ഷൻ ഉൾപ്പെടെ റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സഞ്ചരിച്ച ബസിനെ ആവേശത്തോടെയാണ് എതിരേറ്റത്. രാത്രി 7:30യോടെയാണ് മുഖ്യമന്ത്രി വേദിയിലെത്തിയത്. കുന്നത്തൂരിലെ വീഥികളിൽ ജനങ്ങൾ മനുഷ്യ മതിലുകളായി നിന്ന് സ്വീകരണം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലയാളുകൾ, അതിന്റെ ഭാഗമായി നമുക്ക് റവന്യൂ കമ്മി, അതിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാന്റ് വലിയ തോതിൽ കുറയും, നികുതി വിഹിതം വലിയ തോതിൽ കുറച്ചിരിക്കും. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ചെലവുള്ള തുകയുടെ അവർ നൽകേണ്ട വിഹിതം അത് തരാതെ കുടിശ്ശികയാണ്. തിരക്കേറിയ ഭരണിക്കാവ് ടൗണിലും പ്രധാന പാതകളിലും ഉൾപ്പെടെ പോലീസ് വാഹന ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ചവറ ചിറ്റൂർ പ്രദേശം സർക്കാർ ഏറ്റെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കരിദിനം ആചരിച്ചു. വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KMML മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KMML പ്രവർത്തനം മൂലം മലിനീകരിക്കപ്പെട്ട ചിറ്റൂർ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് UDF വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നത്. DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. എന്റെ പൊന്ന സർക്കാരെ, ഇതൊന്ന് എടുത്തിട്ട് അതിന്റെ കാശ് ചെയ്താ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ആര് കേൾക്കാനാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ സഖാവ് ശിബു ബയ്യോൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി 130 രൂപ ടോക്കൺ അനുവദിച്ചതാണ്. ആ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖസത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിനുശേഷം അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റ്, അതാണല്ലോ അതിന്റെ ഒരു പ്രത്യേകത, സാധാരണക്കാരന്റെ ഗവൺമെന്റ്, തൊഴിലാളി വർഗത്തിന്റെ ഗവൺമെന്റ്. നാണമില്ലേ നിങ്ങൾക്ക്? 7 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു, 7.5 വർഷമാകുന്നു. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നതിനോ ഉല്ലാസയാത്രക്ക് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ പാവപ്പെട്ടവരോ വസ്തു ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല? ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, കോലത്ത് വേണുഗോപാൽ, M. ഷെമി, സോഫിയ സലാം, മാമൂലയിൽ സീതുക്കുട്ടൻ, പന്മന ബാലകൃഷ്ണൻ, M. പ്രസന്ന ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ നാടിനു വേണ്ടി, ഈ കമ്പനിക്ക് വേണ്ടി, നിരാശാധിഷ്ഠിത വ്യവസായ സ്ഥാപനത്തിന് വേണ്ടി ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ ഒരു 1/4 മണിക്കൂർ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അഭിപ്രായപ്പെടാനുള്ളത്.
എന്തിനാണ് ഈ സമരം? ഈ സമരം നാളെ ചിറ്റൂരിൽ ഞങ്ങൾ കരിദിനമായി ആചരിക്കുകയാണ്. 7.5 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് ആരും വിളിക്കാത്ത പിണറായി സർക്കാർ ഈ കേരളം ഭരിക്കുമ്പോ, ഈ കേരളത്തിൽ വിവിധ മാമാങ്കങ്ങൾ സംഘടിപ്പിക്കുമ്പോ, രാസാധിഷ്ഠിത വ്യവസായ സ്ഥാപനത്തിന്റെ രാസമാലിന്യങ്ങളാൽ ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ടെന്ന് മറന്നുപോയ സർക്കാരിന്റെ ചെവിക്ക് പിടിച്ചു നുള്ളിക്കൊണ്ടും അവരെ മാനം കാണിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ള ഉജ്ജ്വലമായ സമരമാണ് ഈ സമരം. ന്യൂസ് ബ്യൂറോ, ചവറ. ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റ് തെരഞ്ഞെടുപ്പ് 31-ന് നടക്കും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതേസമയം ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ചിലർ കഴിഞ്ഞ 17-ന് തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് കാട്ടി വാർത്ത നൽകി. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ഹഡ്കോട്ട് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പും പൊതുയോഗവും ഈ മാസം 31-ന് നടത്തുന്നതിനുള്ള നടപടികൾ തുടർന്നു വരികയാണെന്ന് അഡ്കോ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ ഷെഡ്യൂൾ അനുസരിച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സമിതി അംഗങ്ങളെല്ലാം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സമിതി ഭാരവാഹിത്വത്തിൽ നിന്നും അഴിമതി കാട്ടിയതിനാൽ പിരിച്ചുവിടപ്പെട്ട ചിലർ 17-ാം തീയതി SN വിദ്യാപീഠത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കാണിച്ചുകൊണ്ട് പ്രചാരണം നടത്തി. അന്നേ ദിവസം സ്കൂളിൽ കായംകുളം പോലീസിന്റെ സാന്നിധ്യത്തിൽ സമിതിയുടെ യോഗം നടക്കുകയായിരുന്നു. പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടത്തുകയും വാർത്ത നൽകുകയും ചെയ്തതിന്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. അടുത്ത കാലത്തുണ്ടായ ചില സംഭവവികാസങ്ങളാണ് ഇപ്പോഴിങ്ങനെ ഒരു സമ്മേളനം വിളിക്കേണ്ടി വന്നത്. അത് നിലവിൽ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി രണ്ട് ടേം തെരഞ്ഞെടുപ്പുകൾ നടത്താതെ ഇങ്ങനെ നടന്നതായി. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സമിതിയും അതിൻ്റെ ഉപരിയായിട്ടുള്ള ഇന്റർനാഷണൽ സമിതിയും കാര്യങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും ഇതിനകത്ത് ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി പിരിച്ചുവിടുകയും പുതിയ അഡ്കോ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ പുതിയ ഇലക്ഷന് റിട്ടേണിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഡിസംബർ 2-ാം തീയതി തന്നെ ആരംഭിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ആ തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഒരു പ്രക്രിയ ഇവിടെ യാതൊരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുകയും സമിതിയുമായി ഭിന്നിച്ചു നിൽക്കുന്ന മറ്റ് ചില വ്യക്തികൾ ഇലക്ഷൻ നടത്തുന്നു എന്നുള്ളൊരു പരസ്യവും കാണുകയുണ്ടായി. 17-ാം തീയതി ഞായറാഴ്ചയാണ് ഇലക്ഷൻ നടക്കും എന്നവർ പറഞ്ഞിരുന്നത്. ഹൈക്കോടതിയിൽ അവർ പോയി. പക്ഷേ ഹൈക്കോടതി അവരുടെ അഭ്യർത്ഥന നിഷ്കരണം തള്ളുകയാണ് ഉണ്ടായി. പോലീസിൽ പോയി പോലീസിന് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പോലീസിൽ നിന്നും അവർക്ക് യാതൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല. 31-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ എല്ലാ സമിതി അംഗങ്ങളുടെയും സഹകരണം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ അഡ്കോ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ ശ്രീകുമാർ പള്ളിയമ്പിൽ, PB ശ്രീകുമാർ, CR റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂർ അഞ്ചൽ AEOമാർക്ക് അവകാശ പത്രിക സമർപ്പിച്ചു. P. പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അവകാശ പത്രിക സമർപ്പണം നടത്തിയത്. കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുശാസിക്കുന്ന എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ അധികാരങ്ങൾ നിലനിർത്തുക, തസ്തിക നിർണയം, 6-ാം പ്രവൃത്തി ദിവസത്തെ കണക്ക് പ്രകാരം പൂർത്തിയാക്കുക, മെയിന്റനൻസ് ഗ്രാന്റ് കാലോചിതമായി പരിഷ്കരിച്ച് അതാത് വർഷം തന്നെ വിതരണം ചെയ്യുക തുടങ്ങിയ 26-ന് അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും അഞ്ചൽ AEOയ്ക്കും അവകാശ പത്രിക സമർപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം P. പ്രകാശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി വിഷയത്തിലായാലും അധ്യാപക നിയമനത്തിലായാലും നിയമനം നടത്താതെ തന്നെ അവർ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലപാടാണ് ഉദ്ദേശിക്കുന്നത്. 2021 8-ാം മാസം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നതിനും അത് കഴിഞ്ഞുള്ള ആളുകൾക്ക് ഡെയിലി വേജ് കൊടുക്കാനുള്ള നടപടികൾ പോലും ഉദ്യോഗ തലത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി 26 ദിന നിവേദനങ്ങളുമായി അവകാശ പത്രികയുമായി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ് അസോസിയേഷന്റെ ഭാരവാഹികൾ അതാത് പ്രദേശത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും. ജില്ലാ ജനറൽ സെക്രട്ടറി VV ഉല്ലാസ് രാജ് അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ തടിക്കാടാനിൽ മാമൻ തോമസ്, ജയകുമാരി വിളക്കുപാറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള സദസ്സിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കറുത്ത ബലൂണുകളുമായും പ്രതിഷേധം. നവകേരള ബസിന് മുന്നിൽ പ്രതിഷേധം. ശാസ്താംകോട്ടയിൽ സംഘർഷം. സംസ്ഥാന സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് എന്നിവർക്കുൾപ്പെടെ പരിക്കേറ്റു. പോരുവഴി മയ്യത്തും കരയിൽ വനിതാ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. നവകേരള സദസ്സിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ നേരിട്ട നടപടിയെ വീണ്ടും ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
പ്രതിഷേധിക്കുന്നതിൽ തെറ്റില്ല, ബസിന് മുന്നിലേക്ക് ചാടിയല്ല പ്രതിഷേധിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.